ഞാൻ ഇന്നലെ എൻ്റെ അച്ചാച്ചൻ പറഞ്ഞിട്ട് ഒരു 8 മണിക്ക് കഴിഞ്ഞിട്ട് ചോറ്റാനിക്കൊരു അമ്പലത്തിൽ പോയായിരുന്നു. ആ സമയത്ത് ശീവേലിയായിരുന്നു. അതിനങ്ങനെ ആനയുടെ പുറത്തൊക്കെ ഇരുന്നായിരുന്നു ദേവി വന്നത്. ദേവിയെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ദേവി നല്ല പൂ വെച്ച് പൊതപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. നമുക്ക് കാണാനൊക്കെ പറ്റും. അവർ ദേവിക്ക് ഉണ്ടായിരുന്നത് ഒരു ചെറിയ പിടിയാനായിരുന്നു. അതിൻ്റെ പുറത്ത് ദേവി കയറി ഇരുന്ന് പോകണ്ടായിരുന്നു. ഫ്രണ്ടിലുള്ളവരൊക്കെ നല്ല സുഖത്തിൽ ആ ചെണ്ടയും പഠിച്ചുകൊണ്ടാണ് പോണത്. പക്ഷേ ആനയുടെ പുറത്തിരിക്കുന്ന ചേട്ടന്മാരോ നല്ല സുഖത്തിലാണ് പോണത്. ചെണ്ടമേളം കാണാൻ നല്ല രസമായിരുന്നു. എനിക്കും പഠിക്കണം ചെണ്ടമേളം. ഞാൻ നെക്സ്റ്റ് ഇയർ പഠിക്കുന്ന തോന്നേ. എനിക്ക് അമ്പലത്തിൽ പോയിട്ട് കൊട്ടുന്ന തോന്നേ. ശിവേലിക്ക് വേണ്ടിയിട്ട് എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആനയുടെ പുറകിൽ നടക്കുമായിരുന്നു. ഞാൻ മാത്രം പോയില്ല. കാരണം എനിക്ക് ചെറുതായിട്ട് കാലുവേദന ഉണ്ടായിരുന്നു. അമ്പലത്തിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നറിയോ? പാട്ടും ഡാൻസും പാട്ടുപാടലും ചേച്ചിമാരിലേക്ക് ചെറിയ ചെറിയ കഥകളും. പിന്നെ ഈ സെക്കൻഡ് സ്റ്റേജിൽ ഒരു ചേട്ടന്മാർ ഭക്തിഗാനമേളയിൽ നിന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവർക്ക് അവിടെ എത്താൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട് ഒരു അങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു. ഞങ്ങൾ വലിയ സങ്കടമായി. കാരണം എന്തൊക്കെയോ ചില കാരണം കൊണ്ട് അവർക്ക് അവിടെ എത്താൻ പറ്റിയില്ല. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിര കൈകൊട്ടിക്കളിയും. അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സ്റ്റേജ് അടച്ചായിരുന്നു. ആന 3 പ്രാവശ്യം അമ്പലത്തിൽ ചുറ്റി ആനയുടെ കാലും ഇതൊക്കെ ക്ഷീണമായി. അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമായി ശരിയൊക്കെ. ഒരു ചേട്ടൻ ആനയുടെ മുകളിൽ ഇരുന്നിട്ട് ഒരു വലിയ കുടയും പൊക്കിക്കൊണ്ട് ചാടി. അപ്പോഴത്തേക്കും എനിക്കും കയറാൻ കൊഞ്ച് ചെയ്തു നല്ലോണം. ശിവലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവി ഉറങ്ങുമെന്ന് എൻ്റെ അച്ചാച്ചൻ പറഞ്ഞത്. ഹലോ, ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ചെണ്ടമേളയും അടിച്ച് പൊളിച്ചു. ആനയുടെ സൗണ്ട്, ലൈറ്റ്സ്, മേളം, പാട്ട്, കൂത്ത് ഇതെല്ലാം കൂടി നല്ല രസമായിരുന്നു. എല്ലാവരും പോയി കാണണം. പിന്നെ അവിടെ ഉണ്ണിയപ്പം നെയ്യൊക്കെ കിട്ടിട്ട്. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിക്കണം അവിടുത്തെ ഉണ്ണിയപ്പം. ശിവേലി കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ സ്റ്റെപ്പിലൊക്കെ കയറി കളിക്കുമായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ആനക്കുട്ടിയും. അവളുടെ അടുത്ത് തൊടാൻ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ താഴത്തിറങ്ങിയിട്ട് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ ഈ ആനേനെ ഒന്ന് തൊട്ടോട്ടെ എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു തൊട്ടോ. നല്ല ഹാർഡായിട്ടുള്ള സ്കിന്നും ഹാർഡായിട്ടുള്ള ഹെയർ ആയിരുന്നു. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആനച്ചേട്ടൻ തൊട്ടപ്പോൾ നല്ല ഹാർഡ് സ്കിന്നും പിന്നെ നല്ല സോഫ്റ്റ് ഹെയറുമായിരുന്നു. ആനച്ചേട്ടൻ പാപ്പാനും പിന്നെ ആനയുടെ പാപ്പാനും ഞാനും കൂടി കുറേ നേരം സംസാരിച്ചു. എൻ്റെ മോളിൽ കയറണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു.
പുൽക്കാവിലമ്മ എടുത്ത് പോണ വഴിക്ക് കുറേ ടോയ് ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു ഫാൻസി പെന്നും പിന്നെ ഒരു ഫാൻസി റബ്ബറും മേടിച്ചായിരുന്നു. കാരണം എനിക്ക് ഇഷ്ടമൊന്നുമല്ല ഇങ്ങനത്തെ കടയിൽ നിന്നൊന്നും മേടിക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ആ കടയിലുണ്ടായിരുന്ന ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ബോളും പിന്നെ അവിടെ ഒരു സ്പിന്നറും ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഫാൻസി പെന്നും പിന്നെ ഒരു ഫാൻസി റബ്ബറും മേടിച്ചായിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ ഒരു ഗണ്ണും ഒരു ബോളും മേടിച്ചായിരുന്നു. ചേച്ചിമാർക്കും പിന്നെ ആൻറ്റിമാർക്കും പറ്റിയ കുറേ സാധനം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ ടോയ്സ് മേടിച്ചില്ല. കാരണം എൻ്റെ അച്ചാച്ചൻ എന്നെ വഴക്ക് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് പൊട്ടുമ്പോൾ ഞാൻ സൂക്ഷിക്കാത്തതാണെന്ന് അച്ചാച്ചൻ വഴക്ക് പറയും. അതുകൊണ്ട് ഞാനൊരു ഫാൻസി പെന്നും പിന്നെ ഒരു ഫാൻസി റബ്ബറും മാത്രമേ മേടിച്ചു. എൻ്റെ അനിയൻ ഞാൻ എന്ത് ചെയ്താലും അവനൊരു കോപ്പി ക്യാറ്റും കൂടി എൻ്റെ എന്ത് ചെയ്താലും അവനെൻ്റെ കോപ്പി അടിക്കും. അതാണ് അവൻ്റെ മെയിൻ പണി. അപ്പം ഇത് കണ്ടില്ലേ? എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് ഒരു 5 കമൻറ്റ് ഇട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെ ഇങ്ങനെ വരും. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ആരിഷ് വണ്ടർലാൻഡ് ചാനലിൻ്റെ പേര് എല്ലാവരും കാണണം. ബൈ.